ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിലെ ഏറ്റവും നിരാശപ്പെടുത്തുന്ന ടീമായി മാറിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ്. 9 മത്സരം കളിച്ചപ്പോൾ 7ലും ടീം തോറ്റിരിക്കുകയാണ്. രാജസ്ഥാന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഏറെക്കുറെ അവസാനിച്ചിരിക്കുകയാണെന്ന് തന്നെ പറയാം. ടീമിന്റെ ബാറ്റിംഗ് നിരയും ബൌളിംഗ് നിരയും പ്രതീക്ഷിച്ച നിലവാരം കാട്ടാതെ തോറ്റ് തുന്നം പാടുകയാണ്. രാജസ്ഥാന്റെ തുടർ തോൽവികൾ ആരാധകരെ തീർത്തും നിരാശപ്പെടുത്തുന്നു. രാഹുൽ ദ്രാവിഡ് മുഖ്യ പരിശീലകനായി തിരിച്ചെത്തിയതിനു ശേഷമാണ് രാജസ്ഥാൻ ഇത്തരത്തിൽ താഴോട്ട് പോയിരിക്കുന്നതെന്ന് പറയാം. നായകനും സൂപ്പർ താരവുമായ സഞ്ജു സാംസൺ പരിക്കിന്റെ പടിയിലാണെന്നും എടുത്തു പറയേണ്ട കാര്യമാണ്. സഞ്ജു എപ്പോൾ തിരിച്ചെത്തുമെന്ന് പറയാനാവാത്ത അവസ്ഥയാണെന്നാണ് രാഹുൽ ദ്രാവിഡ് തന്നെ വ്യക്തമാക്കിയത്. സഞ്ജുവിന്റെ അഭാവം രാജസ്ഥാനെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. ഇപ്പോഴിതാ രാജസ്ഥാന്റെ തുടർ തോൽവികൾക്ക് പിന്നാലെ സഞ്ജു സാംസന്റെ പരിക്കിൽ സംശയം ഉയർത്തുകയാണ് ആരാധകർ. സഞ്ജു ഫിറ്റ്നസ് പ്രശ്നങ്ങളെ തുടർന്നല്ല മനഃപൂർവ്വം മാറി നിൽക്കുകയാണെന്നാണ് ആരാധകർ ആരോപിക്കുന്നത്. അതിന്റെ കാരണമായി ടീമിനെതിരെ ഉയരുന്ന ഒത്തുകളി ആരോപണമാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്. കൂടാതെ മുൻ ഇന്ത്യൻ പേസറും മലയാളിയുമായ എസ് ശ്രീശാന്ത് ഒത്തുകളി കേസിൽ ഉൾപ്പെട്ടു പോയതും എല്ലാവർക്കും അറിയാവുന്നതുമാണ്. രാജസ്ഥാൻ റോയൽസിനെതിരെ ഈ സീസണിൽ വലിയ ഒത്തുകളി ആരോപണം ഉയരുമ്പോൾ സഞ്ജുവിന് കാര്യങ്ങൾ പ്രയാസമാണ്. ഒത്തുകളി കേസിൽ രാജസ്ഥാനിലെ ഏതെങ്കിലും താരങ്ങൾ ഉൾപ്പെടുകയോ ടീം മാനേജ്മെന്റ് ഉൾപ്പെടുകയോ ചെയ്താൽ പോലും നായകനായ സഞ്ജുവിനെ അടക്കം ഇത് പ്രതികൂലമായി ബാധിക്കും. അന്നും ദ്രാവിഡ് രാജസ്ഥാന്റെ ഭാഗമായിരിക്കവെയാണ് ശ്രീശാന്ത് രാജസ്ഥാനൊപ്പം ഒത്തുകളി കേസിൽ ഉൾപ്പെടുന്നത്. രാജസ്ഥാനെതിരെ ഒത്തുകളി അന്വേഷണം വേണമെന്ന ആവശ്യം ഇപ്പോൾ സജീവമായി ഉയർന്നു കേൾക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ രാജസ്ഥാനിൽ ഇനിയും തുടരുന്നത് സഞ്ജു സാംസണിന് വലിയ ഭീഷണിയാണ്. ഡൽഹിക്കെതിരായ മത്സരത്തിനിടെ സഞ്ജുവിന്റെ ഇടുപ്പിനാണ് പരിക്കേറ്റത്. ഷോട്ട് കളിച്ചപ്പോൾ ഇടുപ്പ് ഭാഗം ഇടറിയതാണെന്ന് വ്യക്തം. എന്നാൽ ഗുരുതര പരിക്കാണെന്ന കാരണം പറഞ്ഞാണ് സഞ്ജു മാറി നിൽക്കുന്നത്. ഇതിന് പിന്നിൽ ദ്രാവിഡിനോടുള്ള വിയോജിപ്പും ശ്രീശാന്തിന്റെ അനുഭവം മുന്നിലുള്ളതുമാണെന്ന് പറയാം. ഇത്തവണത്തെ IPL സീസൺ തുടങ്ങിയതിന് പിന്നാലെ ഒത്തുകളി സംഘങ്ങൾ സജീവമാണെന്ന മുന്നറിയിപ്പ് ടീമുകൾക്ക് BCCI നൽകിയിരുന്നു. ഹൈദരാബാദ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംഘമാണ് ഇതിന് പിന്നിലെന്നുമുള്ള സൂചനയും BCCI നൽകിയിരുന്നു. ഈ സീസണിലെ രാജസ്ഥാൻ റോയൽസിന്റെ പല മത്സരങ്ങളും അനായാസം ജയിക്കാവുന്നതായിരുന്നു. എന്നാൽ മധ്യനിരയുടെ നിരാശപ്പെടുത്തുന്ന പ്രകടനം ടീമിനെ പിന്നോട്ടടിക്കുകയാണ്. ജയിക്കാവുന്ന മത്സരങ്ങൾ അടക്കം രാജസ്ഥാൻ തോറ്റതോടെയാണ് ടീമിനെതിരെ ഒത്തുകളി ആരോപണം ശക്തമാവുന്നത്. ഈ സാഹചര്യത്തിൽ രാജസ്ഥാനെതിരെ അന്വേഷണം വന്നാൽ പോലും കുടുങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഈ സാഹചര്യത്തിൽ സഞ്ജു സാംസണെ സംബന്ധിച്ച് ടീമിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. ഈ സീസണോടെ സഞ്ജു രാജസ്ഥാൻ വിടാനുള്ള സാധ്യതകളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കരിയർ തകരാതിരിക്കാനായിരിക്കാം ഒരുപക്ഷെ സഞ്ജു ഇപ്പോൾ ബുദ്ധിപൂർവ്വം മാറി നിൽക്കുന്നത്.